ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഒട്ടും പ്രിപ്പയർഡ് അല്ലാതിരുന്ന സമയത്താണ് കളങ്കാവലിൻ്റെ പുതിയ പോസ്റ്ററും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റും വരുന്നത്. കേട്ടപ്പോഴേ ത്രില്ല്. അപ്പോൾ ഇന്ന് അസ്കർ സൗദാൻ്റെ ഒരു മമ്മൂക്കയുടെ നെഫ്യൂവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഉടനെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പുള്ളി സെറ്റാണ്, ഉടനെ തന്നെ വരും, ഒരു ഗംഭീര വരവായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ സെപ്റ്റംബർ 7 ബർത്ത്ഡേയുടെ അന്നായിരിക്കും പുള്ളി ഒരു ആഘോഷമായിട്ട് ഒരുപക്ഷെ ഒരുപാട് അപ്ഡേറ്റ്സോടുകൂടി പുതിയ സിനിമകളുടെയൊക്കെ അനൗൺസ്മെൻറ്റോടു കൂടി ആയിരിക്കാം വരുന്നത്. ഈ ബർത്ത്ഡേ സ്പെഷ്യലാണ്. അപ്പോൾ ഈ ബർത്ത്ഡേ പുള്ളിയുടെ ഒരു പബ്ലിക് അപ്പിയറൻസും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. എന്തായാലും പോസ്റ്റർ കിടിലം, ഞെട്ടിച്ചു. ഇട്ടിവെട്ട് പോസ്റ്റർ. ഒരു പഴയ എന്താ പറയുക, വിധേയനിലൊക്കെ ചോദിക്കില്ല, മറ്റേ കസേരയിലിരുന്നുകൊണ്ട് സുന്ദരിച്ചിയാണോടാ എന്നൊക്കെയുള്ള ആ ഒരു ഗാംഭീര്യത്തോടുള്ള ഒരു ചോദ്യമൊക്കെ വരുന്നത് പോലത്തെ ഒരു പോസ്റ്റർ. അതിൻ്റെ പുറകിൽ മറ്റേ സ്പൈഡർ വെബ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ദ വെനം ബിനീത്ത് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ജിതിൻ കെ ജോസ് ഡയറക്ടർ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്, ഫിക്ഷനും റിയലിസ്റ്റിക്കുമായിട്ടുള്ള എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ സൈനൈഡ് മോഹൻ്റെ കഥയാണോ ഇല്ലയോ പുള്ളി ഒന്നും അങ്ങോട്ട് പിടിതരുന്നില്ല. പിടിതരണ്ട, നമുക്ക് തിയേറ്ററിൽ ഇത് കണ്ടത് ഞെട്ടിയാൽ മാത്രം മതി. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കട്ട വെയിറ്റിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഇതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടോ സുനിൽ പരമേശ്വരൻ, റൈറ്റർ ഓഫ് അനന്തഭദ്രം, പുള്ളി ഒരു പ്രശസ്ത നോവലിസ്റ്റ് കൂടെയാണ്. പുള്ളിക്ക് കാന്തല്ലൂർ സ്വാമി എന്നൊരു പേര് കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, പുള്ളിക്ക് ഓൾറെഡി എന്താ പറയുക, മണികർണിക എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു സർപ്പ നോവൽ പുള്ളി എഴുതി. അത് എഴുതി ഉടനെ തന്നെ പുള്ളിയുടെ വീട്ടിൽ പാമ്പ് കയറി വാവ സുരേഷിനെ വിളിച്ചിട്ട് പാമ്പിനെ പിടിക്കുക എന്തോ ചെയ്തു. അതുപോലെ തന്നെ മമ്മൂക്ക ഭ്രമയുഗം അഭിനയിച്ചത് കൊണ്ട് മമ്മൂക്കയ്ക്ക് ഈ രോഗം വരുമെന്ന് പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത്തരം സംസാരങ്ങൾ എന്താ പറയുക, ഒരാൾക്കൊരു അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയേണ്ടത് ചേട്ടാ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തോന്നുന്നത്. ബട്ട് എനിവേസ്, ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ്. സോ അപ്പോൾ അത്തരം അഭിപ്രായ പ്രകടനങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ പൊക്കോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാത്തിരുന്ന, അതായത് മമ്മൂക്ക ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാളായി കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഗോണ ബി വെരി സൂൺ. ഒരു കിടിലം ട്രെയിലർ, പിന്നെ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ്സ് എല്ലാം വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കട്ട വെയിറ്റിംഗ്, കാത്തിരിക്കാം. സെപ്റ്റംബർ 7 എന്തായാലും ഒരു ആഘോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സിനിമകളുടെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടാവാനും മമ്മൂക്കയുടെ പുതിയ പ്രോജക്ട്സിൻ്റെ ഒക്കെ ഒരുപാട് വിശേഷങ്ങൾ സെപ്റ്റംബർ 7 മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ അന്നോ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സീ യു ഗൈസ്.